നന്ദി ചൊല്ലുന്നേ. എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. ആരാധന എന്നേശുവിന്. എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചാട്ടെ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച വചനം ഒരു പുതിയ ചരിത്രം ഉണ്ടാകുന്ന ഒരു വാക്യമാണ്. 40 ദിവസത്തെ നീണ്ട മഴയ്ക്ക് ശേഷം വെള്ളം പൊങ്ങി നോഹയും കുടുംബവും ഒരിടത്തും ഉറയ്ക്കാതെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം അവരെ ഓർത്തു. അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ ദൈവം ഓർത്തു. ആ സമയത്ത് തന്നെ ഭൂമിയിൽ ഒരു കാറ്റ് അടിച്ചു, വെള്ളം നിലച്ചു. ദൈവം ഒന്ന് ഓർത്തപ്പോൾ തന്നെ ചിലത് നിലച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നീണ്ട നാളുകളായിട്ട് ഒന്നും കാണാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ജീവിതത്തിൽ എന്തായിത്തീരുമെന്ന് ഒന്നും അറിയാതിരിക്കുമ്പോൾ ആ ജീവിതം മുഴുവൻ തിരിയുന്നത് ദൈവമൊന്ന് ഓർത്തതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്റെ ഭക്തന്മാരെ ഓർക്കുന്നു. തന്റെ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളെ ഓർത്ത ഒരു കാലമാണ്. അബ്രഹാമിനെ ഓർത്തു, ഹന്നയെ ഓർത്തു. ദൈവം ഓർത്തു എന്നൊരു വചനം എവിടെ കാണുന്നുണ്ടോ അതിൻ്റെ തൊട്ട് താഴെ ഒരു അത്ഭുതം, ഒരു ചരിത്രമാണ്. ഇന്ന് ഈ തിരുവചനം പറയുമ്പം നിങ്ങളെ നോക്കിയും കർത്താവ് പറയുന്നു, നിങ്ങളെ കർത്താവ് ഓർത്തു. കഴിഞ്ഞ നാളുകളായിട്ട് ഒരിടത്തും ഉറയ്ക്കപ്പെടാതെ അലയപ്പെട്ട് നടക്കുന്ന ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ ഓർത്തു. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ അവരുടെ പ്രാർത്ഥനകളിൽ പറയുന്നത്, ദൈവം ഞങ്ങളെ ഓർക്കണമേ. സ്തോത്രം. ആ ഒരു സെന്റൻസ് അവർക്കറിയാം. പിതാക്കന്മാരുടെ ലൈഫിൽ ദൈവം ഒന്ന് ഓർത്തപ്പോൾ അതുവരെ തുടർന്ന പ്രശ്നങ്ങൾ നിന്നു. അതുകൊണ്ട് ഞങ്ങളെ ഓർക്കണമേ. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ ഈ വചനത്തിലൂടെ പറയുന്നു, ദൈവം നിങ്ങളെ ഓർക്കുന്നു. ജീവിതത്തിനകത്തൊരു വലിയ മാറ്റവും അത്ഭുതങ്ങളും ദൈവം ചെയ്യുവാൻ പോവുകയാണ്. ഒരൊറ്റ വാക്ക് പരിശുദ്ധാത്മ നിങ്ങൾക്ക് തരുന്നു, നോഹയെ ഓർത്ത ദൈവം നിങ്ങളെയും ഓർക്കുന്നു. ചിലത് നിൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിർത്താൻ കാറ്റ് അടിക്കാൻ പോവുകയാണ്. ചെങ്കടൽ പിളർക്കാൻ ഒരു കാറ്റടിച്ചതുപോലെ, കാട പാളയത്തിൽ വരാൻ ഒരു കാറ്റടിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെള്ളങ്ങൾ നിലയ്ക്കാൻ ഒരു കാറ്റ് ദൈവത്താൽ അടിക്കുകയാണ്. യോബിന് നഷ്ടമായതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ഒരു ചുഴലിക്കാറ്റ് വെളിപ്പെട്ടതുപോലെ ദൈവം ചിലത് നിങ്ങളുടെ മേൽ അടുപ്പിക്കുകയാണ്, ചിലത് നിലയ്ക്കുകയാണ്. കാരണം ദൈവം നിങ്ങളെ ഓർക്കുന്നു. ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.
യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയും. കർത്താവെ, അങ്ങ് ഞങ്ങളെ ഓർക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ അങ്ങ് ഓർക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അങ്ങ് മാറ്റുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രശ്നങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുത വഴികൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുത വാതിലുകൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് മറക്കുവാൻ പറ്റാത്ത ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ ദിവസമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിനകത്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ തകർന്നിരിക്കുന്ന ഈ വ്യക്തിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അവരെ ഓർക്കുന്നു എന്നതിൻ്റെ ഒരു ഉറപ്പ് ഈ വചനത്തിലൂടെ കൊടുക്കുന്നതിനായി സ്തോത്രം. ചില കാറ്റുകൾ തകർക്കാനല്ല കർത്താവെ, ചിലതിനെ നിർത്താൻ വേണ്ടി അടിക്കുന്നതിനായി സ്തോത്രം. ചിലത് നിലയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവരുടെ ലൈഫിൽ ഒരു വലിയ അത്ഭുതം നടക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ സൗഖ്യമാകട്ടെ, അവർ ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഒരത്ഭുതത്തിനായി നീ അവരെ ഓർക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നോഹയെ ഓർത്ത ദൈവം നിങ്ങളെ ഓർക്കുന്നു. ഉറപ്പ് ചിലത് നിലയ്ക്കാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു.